എല്ലാവർക്കും നമസ്കാരം. ഞാൻ നൗഷാദ്. റോയൽ ഗാർഡനിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ വീടിൻ്റെ പിറകു വശത്ത് കുറച്ച് കുരുമുളക് കൃഷി ചെയ്തിട്ടുണ്ട്. അതിനെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ പലവരും ചെയ്യുന്നതാണ് PVC പൈപ്പിലോ അല്ലെങ്കിൽ കോൺക്രീറ്റ് പോസ്റ്റിലോ വളരെ ചിലവ് കൂട്ടിയിട്ടുള്ള രീതിയിലാണ് പലവർക്കും കുരുമുളക് കൃഷി ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ ഞാൻ കൃഷി ചെയ്തിരിക്കുന്നത് വളരെ ചിലവ് കുറച്ച്. നിങ്ങൾക്കിപ്പം ഞാനത് പരിചയപ്പെടുത്തി തരാം. നമുക്കൊരു 10 സെൻറ്റൊക്കെ സ്ഥലമുള്ളവർക്ക് ഈ ഒരു രീതിയിലായിരിക്കും കൃഷി ചെയ്യുന്നത്. അതായത് സ്വന്തം തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും, ആരും ആശ്രയിക്കാതെ നമുക്ക് തന്നെ ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും എനാബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക. അപ്പം ഇതാണ് ഞാൻ കൃഷി ചെയ്ത രീതിയാണ് നിങ്ങൾ ഈ കാണുന്നത്. നിങ്ങൾ ഇതിൽ എങ്ങനെയാണ് കൃഷി ചെയ്തതെന്ന് മനസ്സിലാവുന്നിട്ടുണ്ടാവില്ല. ഇതാ പന്നിയൂർ 5ൻ്റെ ഒരു കൊടിയാണ് ഈ കാണുന്നത്. ഇതാ താഴെ മുതൽ തന്നെ കണ്ണി കുത്തി മുകളിലേക്ക് ഇതൊരു ഏകദേശം 10 അടി മാത്രമേ ആയിട്ടുള്ളൂ. ഇനി ഇതെന്താണ് സാധനം എന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാ നിങ്ങൾ ഇതിൻ്റെ അടിഭാഗത്ത് നോക്കിയേ. ഇത് നമ്മുടെ ഈ ആസ്പെറ്റോസ് പൈപ്പാണ്. കണ്ടോ, ആസ്പെറ്റോസ് പൈപ്പ്, ഈ പുകക്കുഴൽ എന്നൊക്കെ പറയും, നമ്മുടെ ഇവിടെയൊക്കെ പുകക്കുഴൽ എന്നൊക്കെ പറയും. ഇത് നമുക്ക് ഇതിൻ്റെ ഫുൾ ഇത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് സാധനം. ഇതിപ്പം ഞാനൊരു 2-3 ദിവസം മുമ്പേ ഇത് കുതിരവാലി കൊടിയാണ്. കണ്ടോ, ഇതിങ്ങനെ നിലത്തിങ്ങനെ കടത്തിയിട്ട് ഒരു 2 അടി താഴ്ചയിൽ കുഴിയെടുത്തതിന് ശേഷം ഇത് 6 ഇഞ്ച് വണ്ണമുള്ള പൈപ്പാണ്. 6 ഇഞ്ചിൻ്റെ ആവശ്യമില്ല, നമുക്കൊരു 4 ഇഞ്ചിൻ്റെ ഇത് മതി. ഇവിടെയൊക്കെ ഞാൻ നിരത്തി വെച്ചിട്ടുണ്ട്, ഒരു 2 മീറ്റർ ഗ്യാപ്പിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇതും കുതിരവാലിയാണ്, കുതിരവാലിയുടെ കൊടിയാണ് ഈ കാണുന്നത്. ഇതൊക്കെ ഒരാഴ്ചക്കുള്ളിൽ ഞാൻ സെറ്റ് ചെയ്ത ഒരു കൊടിയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ അപ്പുറം ഒന്നുണ്ട്. ഇത് സിയോൺ മുണ്ടിയാണ്. ഈ ഒരു 3-4 പോസ്റ്റോളം ഞാൻ സെറ്റ് ചെയ്തതാണ് ഈ കാണുന്നത്. എന്നാൽ ഈ ഒരു കൊടി, ഈ ഒരു പന്നിയൂർ 5ൻ്റെയൊക്കെ ഒരു കൊടി ഏകദേശം സെറ്റ് ചെയ്തിട്ട് 10 മാസത്തോളം. ഇതിപ്പോൾ മുകളിലോളം എത്തി. ഇനിയിപ്പോൾ മുകളിൽ 2 കമ്പി കൂടെ എനിക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല. ഇത് പന്നിയൂർ 4ൻ്റെ ഒരു കൊടിയാണ്. കണ്ടോ, ബുഷായിട്ട് കണ്ടോ. ഇതിപ്പോൾ ഈ ഒരു മഴക്കാലത്ത് തന്നെ ഇത് കായ്ക്കാൻ തുടങ്ങും. പല കൊടികളും കായ്ച്ച് തുടങ്ങി. ഇതിപ്പം പന്നിയൂർ 4ആണ്. അതുപോലെ ഇത് പന്നിയൂർ 5ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇത് കണ്ടില്ലേ നിങ്ങൾ, നമ്മുടെ PVC പൈപ്പിൽ അടർന്നു പോകുമ്പോൾ അടർന്നു പോകുമൊന്നുമില്ല. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ നോക്കിക്കേ, കണ്ടോ, ഇത് പറ്റിപ്പിടിച്ചത് കണ്ടോ. ഈ കോൺക്രീറ്റ് പോസ്റ്റിന് ഇതിങ്ങനെ പറ്റിപ്പിടിക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഒരു മഴക്കാലം കഴിയുമ്പോൾ ഇതിന് പായൽ വരും. ഈ പായലിലേക്ക് ഈ അട്ടക്കാൽ പറ്റിപ്പിടിക്കും. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. PVC പൈപ്പിൽ പൊതുവേ ഞാൻ ഇതിനു മുമ്പ് PVC പൈപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായിട്ട് പരാജയമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അട്ടക്കാൽ പറ്റിപ്പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ഇത് കണ്ടോ നിങ്ങൾ, പന്നിയൂർ 8ൻ്റെ ഒരു കൊടിയാണ്. ഇത് കണ്ടോ, തിരി വന്നിട്ട് കണ്ടോ. മുകളിൽ ഭാഗത്തൊക്കെ മുളകായിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഒന്നിച്ചിട്ട് ഒരു 10 മാസം ആയിട്ടുള്ളൂ. ഇതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് ഇതൊക്കെ മുകളിലെത്തി. കണ്ടില്ലേ, കണ്ണി കുത്തി വളരാൻ അനുവദിക്കണം. നമ്മുടെ നാഗപതി രീതിയിൽ ചെയ്ത കൊടികളാണ് ഞാൻ ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. നാഗപതി രീതിയിൽ ചെയ്ത കൊടികൾ 1 വർഷം കൊണ്ട് തന്നെ നമുക്കിത് കായ്ക്കും എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. നമുക്കിതിൻ്റെ മുകളിൽ 2 കമ്പിയും കൂടെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മറിഞ്ഞ് വീഴുന്നത് ഇതിൻ്റെ മുകളിൽ തന്നെ നിൽക്കും. ഇത് ബുഷായിട്ട് നമുക്ക് നിൽക്കുകയും ചെയ്യും. പിന്നെ ഒരു പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അട്ടക്കാല് പറ്റിപ്പിടിക്കുന്നത് കണ്ടില്ലേ. ഇത് കണ്ടോ, അത്രയും പറ്റിപ്പിടിച്ച് ടൈറ്റായിട്ട്. PVC പോലെയല്ല. PVCയിൽ നമ്മൾ കെട്ടിക്കൊടുത്തുകൊണ്ടേയിരിക്കണം. അതിൻ്റെ ആവശ്യമില്ല. താഴെ ഭാഗം മാത്രമേ കെട്ടിക്കൊടുത്തിട്ടുള്ളൂ. കണ്ടില്ലേ, ഇത് അടിയിൽ നിന്ന് ഞാൻ കണ്ണി കുത്തി വന്നിട്ടില്ല. ഈ 8ന് അടിയിൽ നിന്ന് കണ്ണി കുത്തി വരേണ്ടതാണ്. ഇനിയിപ്പോൾ ഇറക്കി പതിക്കണം. കാരണം ഇത് മുകളിലെത്തി പ്രൂൺ ചെയ്ത് വിടാൻ വേണ്ടിയിട്ട് കുറച്ച് താമസിച്ച് പോയി. നമ്മൾ ഈ പ്രൂൺ ചെയ്യേണ്ട ഒരു ആവശ്യം കൂടിയുണ്ട്. നമ്മൾ ഇവിടെ നാഗപതി രീതിയിൽ ചെയ്ത കൊടികൾ നമ്മൾ ഇതുപോലുള്ള PVC പൈപ്പിലോ അല്ലെങ്കിൽ കോൺക്രീറ്റ് പോസ്റ്റിലോ സെറ്റ് ചെയ്യുമ്പോൾ അടിയിൽ നിന്ന് നമ്മൾ പ്രൂൺ ചെയ്ത് അതിന് കണ്ണി കുത്തി വളരാൻ വേണ്ടിയിട്ട് നമ്മൾ അനുവദിക്കണം. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ അടുത്ത് തന്നെ എൻ്റെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ നിങ്ങൾ ഈ കാണുന്നത് പന്നിയൂർ 9ൻ്റെ ഒരു കൊടിയാണ്. പന്നിയൂർ 9ൻ്റെ കൊടിയാണ്. തിരി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഞാൻ എല്ലാ വെറൈറ്റികളും എൻ്റെ വീടിൻ്റെ പുറകുവശത്ത് ഒരു 10-20 പോസ്റ്റിലായിട്ട് ഏകദേശം ഓരോ പോസ്റ്റിലായിട്ട് ഓരോ വെറൈറ്റികൾ ഏതൊക്കെയാണ് മുളക് നല്ലത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിൽ തന്നെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുമുണ്ട്. ആ പഠനത്തിൻ്റെ രീതിയിൽ തന്നെ നല്ല കൊടികൾ മാത്രം നോക്കിയിട്ട് സെറ്റ് ചെയ്തതാണ്. ഇത് പന്നിയൂർ 10ൻ്റെ ഒരു കൊടിയാണ്. ഇത് കായ്ച്ചിട്ടില്ല. അതുപോലെ ഇത് കാണുന്നത് വേറൊരു കൊടിയാണ്. ഇതിപ്പോൾ ഒരു ഏകദേശം 6 മാസം സെറ്റ് ചെയ്തിട്ടായിട്ടുള്ളൂ. ഇത് പന്നിയൂർ 5ൻ്റെ ഒരു കൊടിയാണ്. പന്നിയൂർ 5 നല്ലൊരു കൊടിയാണ്. നമ്മുടെ ഇവിടെയൊക്കെ നന്നായിട്ട് കായ്ക്കുന്ന ഒരു കൊടി തന്നെയാണ് പന്നിയൂർ 5. അതുപോലെ നിങ്ങൾ ഈ കാണുന്നത് കുമ്പൂക്കലാണ് ഈ കാണുന്നത്. ഇതും 5 മാസമേ ആയിട്ടുള്ളൂ സെറ്റ് ചെയ്തിട്ട്. ഇതും തിരി വരാൻ തുടങ്ങി. കുമ്പൂക്കൽ കൂടുതലായിട്ട് പെട്ടെന്ന് തന്നെ തിരി വരുന്നൊരു കൊടിയാണ്. നന്നായിട്ട് കായ്ക്കുന്നൊരു കൊടി തന്നെയാണ് കുമ്പൂക്കൽ. കുമ്പൂക്കൽ ഇപ്പോൾ ഏകദേശം എല്ലാവരും ഒരു കൃഷി ചെയ്യുന്നൊരു കൊടിയാണ്. ഇതും ഞാൻ ഒരു കൊടി മാത്രമേ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളൂ. ഇതും 5 മാസമേ പ്രായമായിട്ടുള്ളൂ. അതുപോലെ നിങ്ങൾ ഈ കാണുന്നത് നീലിമുണ്ടിയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ എല്ലാം വളർച്ച കണ്ടോ നിങ്ങൾ. നമ്മൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ മരക്കാലിലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന 75% വളങ്ങളും ആ മരക്കാലായിരിക്കും വലിച്ചെടുക്കുക. ഇതിൽ നമ്മൾ എന്ത് കൊടുക്കുന്നോ അത് കംപ്ലീറ്റ് ഇതിന് തന്നെ കിട്ടും എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അതുപോലെ തന്നെ ഇതിന് പരിചരണം, ഇതിന് വളപ്രയോഗം ഏത് രീതിയിലാണ്, എങ്ങനെയാണ് ഒക്കെ ചെയ്യേണ്ടത് ഞാൻ അടുത്ത് തന്നെ ഇതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്.
അതുപോലെ 5 മാസം പ്രായമായ ഒരു കൈരളിയുടെ ഒരു കൊടിയാണ് ഈ കാണുന്നത്. കൈരളിക്ക് നമ്മുടെ ഈ കണ്ണൂർ ജില്ലയിലൊക്കെ നല്ല തണലൊരുക്കി കൊടുക്കണം. ഇത് കണ്ടോ, ഞാനിത് ഷെയ്ഡ് നെറ്റ് കെട്ടിയിട്ടുണ്ടോ. തെക്കൻ വെയിൽ ഒരു കാരണവശാലും കൊടിക്ക് അടിക്കാൻ പാടില്ല. തെക്കൻ വെയിൽ അടിക്കുന്നത് കൊണ്ടാണ് ഇതാ എല്ലാ ഭാഗത്തും നിങ്ങൾ കാണാം. അതായത് 3 മണിക്ക് ശേഷമുള്ള വെയിൽ കൊടിക്ക് അടിക്കാൻ പാടില്ല. ആ തെക്കൻ വെയിൽ അടിച്ചു കഴിഞ്ഞാൽ കൊടികൾ മഞ്ഞ കളറായിട്ട്, അതായത് ഒരു ഉണർവുണ്ടാവില്ല, കൊടികളൊക്കെ ഒരു വാടിയ രീതിയിലുണ്ടാവും. ഇതൊക്കെ കൊടികൾ കണ്ടാൽ നിങ്ങളുടെ ഈ മാർച്ച് മാസവും നല്ല പച്ചപ്പോട് കൂടി നിൽക്കുന്നുണ്ടോ. ഇതൊക്കെ നമ്മൾ അങ്ങനെ പരിചരിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ ഈ കുരുമുളക് കൃഷി ചെയ്താൽ പോരാ, കുരുമുളക് കൃഷി ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് പഠിച്ചിരിക്കണം, അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ആ രീതിയിൽ മാത്രമേ കുരുമുളക് കൃഷി ചെയ്യാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ അത് നഷ്ടത്തിലേക്ക് കലാശിക്കും. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ കുരുമുളക് കൃഷി എൻ്റെ വീട്ടിൻ്റെ പിറകുവശത്ത് ചെയ്തതാണ് നിങ്ങളെ ഈ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇനിയിപ്പം ഞാൻ നാഗപതി രീതിയിൽ ചെയ്യുന്ന, എൻ്റെ നഴ്സറിയിൽ നാഗപതി രീതിയിൽ ചെയ്യുന്ന കൊടികളുണ്ട്. അത് കുറച്ച് തൈകൾ മാത്രമേ ഇപ്പോൾ സ്റ്റോക്ക് ആയിട്ടുണ്ട്, അത് നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പം ഇതാണ് നമ്മുടെ സർപ്പൻറ്റൈൻ മെത്തേഡിൽ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന, കുരുമുളക് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന നമ്മുടെ നഴ്സറിയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിൽ തെക്കൻ പെപ്പറുണ്ട്, അതുപോലെ പന്നിയൂർ 1, പന്നിയൂർ 4, പന്നിയൂർ 8, പന്നിയൂർ 9, പന്നിയൂർ 10, കൈരളി, അഗളി പെപ്പർ, സിഗന്ധിനി എന്നെല്ലാം പറഞ്ഞാൽ നല്ല നീളമുള്ള തിരികളുള്ള കൊടികളാണ്. അത് നമ്മുടെ കർണാടകത്തിൻ്റെ കൊടിയാണ്. സിയോൺ മുണ്ടിയുണ്ട്, കൈരളിയുണ്ട്, കുതിരവാലി, അങ്ങനെയുള്ള വിവിധ ഇനം കുരുമുളകിൻ്റെ തൈകൾ റെഡിയായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇത് തൈകളെല്ലാം ഇപ്പോൾ സ്റ്റോക്കുള്ള തൈകൾ ഞാനിപ്പം പറയാം. അതും കുറച്ച് തൈകൾ മാത്രമേ ഇപ്പോൾ സ്റ്റോക്കുള്ളൂ. ഇതൊക്കെ നമ്മുടെ മഴക്കാലത്തോട് അടുപ്പിച്ചിട്ട് ഇതിൻ്റെയൊക്കെ തൈകൾ സ്റ്റോക്ക് ഉണ്ടാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് തൈകൾ ആവശ്യമുണ്ടെങ്കിൽ ബുക്കിംഗ് ആയിട്ട് എൻ്റെ ഈ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി, ബുക്കിംഗ്. അതുപോലെ നമുക്കിനി ഇപ്പോൾ കൊടുക്കാൻ പാകമായിട്ടുള്ള തൈകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് കട്ട് ചെയ്ത് വെച്ച് നല്ല ആരോഗ്യത്തോട് കൂടിയിട്ടുള്ള തൈകളാണ് ഈ കാണുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇതാ സിഗന്ധിനിയുടെ തൈകളാണ് ഈ കാണുന്നത്. ഈ ഒരു വലുപ്പത്തിലുള്ള തൈകളാണ്. 50 രൂപയാണ് ഒരു കൂട്ട തൈകൾക്ക് നമ്മൾ കൊടുക്കുന്നത്. ഇത് സർപ്പൻറ്റൈൻ മെത്തേഡിൽ വേര് പിടിപ്പിച്ച തൈകളാണ് ഈ കാണുന്നത്. ഇത് സിഗന്ധിനിയുടെ തൈകൾ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. അതൊക്കെ ഒരു 10-50 പീസ് മാത്രമേ ഉള്ളൂ. അതുപോലെ സിയോൺ മുണ്ടിയുണ്ട്. ഈ കാണുന്നത് സിയോൺ മുണ്ടിയാണ്. അതുപോലെ ഈ കാണുന്നത് പന്നിയൂർ 1 ആണ്. പന്നിയൂർ 1-ൻ്റെയൊക്കെ നല്ല കൊടികളാണിതാ. നല്ല ആരോഗ്യമുള്ള കൊടികളാണ് കാണുന്നത്, കണ്ടില്ലേ. ഇതാ ഈ ഒരു വലുപ്പമുള്ള കൊടികളാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതൊക്കെ 50 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്. ഇതൊക്കെ പന്നിയൂർ 1-ൻ്റെ കൊടിയാണ് ഈ കാണുന്നത്. ഇതൊക്കെ നല്ല ആരോഗ്യത്തോടുള്ള കൊടിയാണ്. ഈ പന്നിയൂർ 1-ൻ്റെയൊക്കെ ഒരു 10-250 പീസ് മാത്രമേ ഉള്ളൂ. തൈകളൊക്കെ കഴിഞ്ഞു പോയതാണ്. ഇനിയിപ്പം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇനി മുകളങ്ങൾ വന്നതിന് ശേഷം മാത്രമേ അത് കൊടുക്കുള്ളൂ. അത് മഴക്കാലത്തോട് അടുപ്പിച്ചിട്ട് മാത്രമേ തൈകൾ ഉണ്ടാവുകയുള്ളൂ. അതുപോലെ ഈ കാണുന്നത് പന്നിയൂർ 4, പന്നിയൂർ 5-ൻ്റെ കൊടി, പന്നിയൂർ 8, പന്നിയൂർ 10-ൻ്റെ കൊടിയാണ് ഈ കാണുന്നത്. അതുപോലെ കുതിരവാലിയുടെ കുറച്ച് തൈകൾ, ഒരു 10-25 പീസ് തൈകൾ മാത്രമേ ഉള്ളൂ കുതിരവാലിയുടെ. അതും ഏകദേശം ഇപ്പം സ്റ്റോക്ക് ഔട്ട് ആവും. അപ്പം നിങ്ങൾക്ക് തൈകൾ ആവശ്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ, വാട്സാപ്പ് നമ്പറാണ്, വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അതുപോലെ നിങ്ങൾ ഈ കാണുന്നത് കുറ്റിക്കുരുമുളകാണ്. തിപ്പിലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത കുറ്റിക്കുരുമുളകിൻ്റെ തൈകളാണ് ഈ കാണുന്നത്. ഇത് ഓരോ തിരികളിലും, അതായത് ഓരോ കൂമ്പുകളിലും ഓരോ തിരികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഓൾ സീസണാണ്, എല്ലാ സമയത്തും ഇത് മുളകുണ്ടാകും എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. ഇത് തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്താണ്. തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത നമുക്ക് വെള്ളക്കെട്ടിലൊക്കെ നമുക്ക് പ്ലാന്റ് ചെയ്യാൻ പറ്റുന്ന തൈകളാണ്. നമ്മുടെ ഈ ചട്ടിയിലൊക്കെ സാധാ കുരുമുളക് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ആ കുരുമുളക് ദ്രുതവാട്ടം വന്ന് പോയി പോകും. അതുകൊണ്ടാണ് ഈ കുറ്റിക്കുരുമുളക് തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. ചട്ടി മതി, നമുക്ക് നിലത്ത് സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെയൊക്കെ വലിയതും ചെറുതുമായിട്ടുള്ള തൈകളൊക്കെ നമ്മുടെ ഈ നഴ്സറിയിൽ ലഭ്യമാണ്. ഇതിൻ്റെയൊക്കെ പന്നിയൂറിൻ്റെ തൈകളാണ് ഈ കാണുന്നത്. ഇത് കണ്ടില്ലേ, ഇതൊക്കെ ചെറിയ തൈകളാണിതാ, തിരികൾ വന്നിട്ട് കാണുന്നില്ലേ. ഇതിൻ്റെ പന്നിയൂറിൻ്റെയും കരിമുണ്ടൻ്റെയും തൈകൾ മാത്രമേ ഇപ്പോൾ സ്റ്റോക്കുള്ളൂ. അപ്പം ഇതൊക്കെ വിൽപ്പനക്ക് റെഡി ആയിട്ടുള്ള നമ്മുടെ കുറ്റിക്കുരുമുളകിൻ്റെ തൈകളാണ് ഈ കാണുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനിയൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.